This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में. Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് യൂസ് ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. ഫൊക്കാന കൺവെൻഷൻ കോ ചെയർസായി സ്കറിയ പെരിയാപുറം, രാജൻ സാമുവൽ, അലക്സ് എബ്രഹാം, ദേവസി പാലാട്ടി എന്നിവരെ നിയമിച്ചതായി പ്രസിഡന്റ് സജിമോൻ ആന്റണി അറിയിച്ചു. അമേരിക്കൻ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് സ്കറിയ പെരിയാപുറം. അമേരിക്കയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമായ അദ്ദേഹം ഡെൽവെയർ മലയാളി അസോസിയേഷന്റെ സ്ഥാപകനും ആദ്യത്തെ പ്രസിഡന്റുമാണ്. കേരള സ്റ്റുഡൻസ് കോൺഗ്രസിന്റെ പ്രവർത്തകനായി സ്കൂൾ, കോളേജ് തലങ്ങളിൽ സംഘടനാ പ്രവർത്തനം നടത്തി നേതൃത്വ നിരയിൽ പ്രവർത്തിച്ചു പടിപടിയായി ഉയർന്ന നേതാവാണ് സ്കറിയ പെരിയാപുറം. KCSE-യുടെ ജില്ലാ സെക്രട്ടറി, കേരള യൂത്ത് ഫ്രണ്ടിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ്, കേരള കോൺഗ്രസിലെ ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറുന്നത്. ഫിലാഡൽഫിയയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തും ബിസിനസ് രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച രാജൻ സാമുവൽ 2016 പെൻസിൽവാനിയയിലെ സെന്റ് തോമസ് മലങ്കര ഓർത്തഡോക്സ് ചർച്ചിന്റെ സ്ഥാപക അംഗം, ട്രഷറർ എന്നീ നിലകളിലും പമ്പ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് തുടങ്ങിയ മിക്ക സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ള അദ്ദേഹം ഫൊക്കാനയിലെ 2008 ഓഡിറ്റർ, ഫ്രണ്ട്സ് ഓഫ് തിരുവല്ല പ്രസിഡന്റ് ഓഫ് നിരവധി നേതൃത്വ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. സാമൂഹിക രംഗത്ത് എന്ന പോലെ ബിസിനസ് രംഗത്തും രാജൻ സാമുവൽ സജീവമാണ്. ഫൊക്കാന കൺവെൻഷന്റെ പല ഭാരവാഹിത്വങ്ങളും വഹിച്ചിട്ടുള്ള അദ്ദേഹം ഫൊക്കാനയുടെ സഹചാരിയാണ്. ന്യൂയോർക്കിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമാണ് അലക്സ് എബ്രഹാം. 2012 മുതൽ ഹഡ്സൺ വാലി മലയാളി അസോസിയേഷന്റെ സജീവ പ്രവർത്തകനായി അലക്സ് കമ്മിറ്റി അംഗമായും ജോയിന്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള BSc നഴ്സിംഗ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അലക്സ് 1995 BSc നഴ്സിംഗ് ബിരുദം നേടിയ ശേഷം മംഗലാപുരം NV ഷെട്ടി നഴ്സിംഗ് കോളേജിൽ അസിസ്റ്റന്റ് ലെക്ചറായി 3 വർഷം അധ്യാപകനായിരുന്നു. നഴ്സായി ജോലി ചെയ്യുന്നു. ഫൊക്കാനയുടെ സജീവ പ്രവർത്തകനായ അദ്ദേഹം 2 തവണ നാഷണൽ കമ്മിറ്റി മെമ്പറായും പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ അറിയപ്പെടുന്ന കലാകാരനായ ദേവസി പാലാട്ടി ഫൊക്കാനയുടെ തുടക്കം മുതൽ സംഘടനയ്ക്കൊപ്പം സഞ്ചരിച്ച അപൂർവ വ്യക്തികളിൽ ഒരാളാണ്. ഫൊക്കാനയിൽ നാഷണൽ കമ്മിറ്റി മെമ്പറായും റീജിയണൽ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള കൾച്ചറൽ ഫോറത്തിന്റെ സജീവ പ്രവർത്തകനായ അദ്ദേഹം 2 തവണ ന്യൂജേഴ്സി കേരള കൾച്ചറൽ ഫോറം പ്രസിഡന്റായും സെക്രട്ടറിയായും പ്രവർത്തിച്ചു. അമേരിക്കയിലുടനീളം പ്രൊഫഷണൽ നാടകങ്ങൾ ഏറ്റവും ആധുനിക സംവിധാനത്തോടെ നിരവധി വേദിയിൽ അവതരിപ്പിച്ചു. ഷോർട്ട് ഫിലിം നിർമ്മിക്കുകയും സംവിധാനം നിർവഹിക്കുകയും ചെയ്തിട്ടുള്ള ദേവസി പാലാട്ടിക്ക് നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ന്യൂജേഴ്സിയിലെ ഫാമിലി ക്ലബ്ബായ നാട്ടുകൂട്ടത്തിന്റെ സ്ഥാപക നേതാവ് കൂടിയാണ് അദ്ദേഹം. 2026 ഫൊക്കാന കൺവെൻഷൻ കുറ്റമറ്റതാക്കുവാനും ഒരു ചരിത്ര കൺവെൻഷൻ ആക്കുവാനും ഇവർക്ക് കഴിയുമെന്ന് പ്രസിഡന്റ് സജിമോൻ ആന്റണി, സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയി ചാക്കപ്പൻ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ്, വൈസ് പ്രസിഡന്റ് വിപിൻ രാജു, ജോയിന്റ് സെക്രട്ടറി മനോജ് ഇടമന, ജോയിന്റ് ട്രഷറർ ജോൺ കലോലിക്കൽ, അഡീഷണൽ ജോയിന്റ് സെക്രട്ടറി അപ്പുക്കുട്ടൻ പിള്ള, അഡീഷണൽ ജോയിന്റ് ട്രഷറർ മിലി ഫിലിപ്പ്, വിമൻസ് ഫോറം ചെയർപേഴ്സൺ രേവതി പിള്ള, ട്രസ്റ്റി ബോർഡ് ചെയർ ജോജി തോമസ്, മറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.